ആവേശകരമായി ജനനായകൻ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അതിന്റെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എക്സാക്ട് അങ്ങനെ റീമേക്ക് അല്ല. സെക്കൻഡ് ഹാഫ് നല്ലോണം മാറ്റിയിട്ടുണ്ട്. എച്ച് വിനോദ് നല്ല പണിയെടുത്തിട്ടുണ്ട്. അനിരുദ്ധ് കിടുക്കിയിട്ടുണ്ട്. ഗൂസ്ബം മൂവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ടൈറ്റിൽ കാർഡ് തൊട്ട് അണ്ണൻ തകർത്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഒരു ആവറേജ് ഫുൾ മാസ് പടം, അടിപൊളി മാസ്. സാധാരണ മാസ് ആക്ഷൻ പടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ നന്നായി കണക്ട് ആവുന്നുണ്ട്. സാധാരണ എല്ലാ പടത്തിലും നമുക്കറിയാം വിജയുടെ ഒരു പടം എന്ന് പറയുമ്പോൾ വിജയ് ഫാൻസിന് വേണ്ടിയുള്ള മാസ് ആക്ഷൻസ് ഉണ്ടാവും, പഞ്ച് ഡയലോഗുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തത ഈ പടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല എലമെന്റ്സ് ഉണ്ട് ഈ സിനിമയില്. അതുപോലെ തന്നെ വിജയ് ഫാൻസിന് വേണ്ട എല്ലാതും ഈ പടത്തില് ഒരുക്കി വെച്ചിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ ലാസ്റ്റ് മമിതയുടെ ഒക്കെ ആക്ഷൻ സീൻസ് അടിപൊളിയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. നൈസ്. സത്യത്തിൽ പറഞ്ഞ ജനനായകനായിട്ട് തന്നെയാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിൽ നിന്ന് മടങ്ങുന്നത്. ഞാനൊരു വലിയ തലപതി ഫാനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ലാസ്റ്റ് കണ്ടപ്പോ കരച്ചിലൊക്കെ വന്നു. എന്നാലും ഈ പടം ലീക്ക് ചെയ്ത് അതൊക്കെ സംഭവമൊക്കെ ഉണ്ടെങ്കിലും അന്ന് ഞാൻ ട്വിറ്റർ തന്നെ എടുത്ത് കളഞ്ഞു. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. കാരണം പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വിജയുടെ ആരും പറയല്ല. അന്ന് എന്നും ഉയരന്നെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ തിയേറ്ററും ഒന്ന് കാണാം. അത്രേ ഉള്ളൂ. തലപതി നല്ല സിനിമ. വിജയന്റെ ഫെയർവെൽ സിനിമ പക്ക ബ്ലാസ്റ്റ് സിനിമ. ഇമോഷണൽ ആക്കി അവസാനം ഒരു കിടില വീഡിയോ ഒക്കെ ഉണ്ട്. അത് കുറച്ച് കരയിപ്പിക്കും. വിജയ്ക്ക് പക്ക ഫെയർവെൽ. ഇതൊരു അണ്ണന്റെ പടമാണ്. അണ്ണൻ സിഎമ്മിന്റെ പടമാണിത്. നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് ഒരു നല്ലൊരു സിനിമയെന്ന് പറയുമ്പോൾ ഇതാണ് ജനനായകന്റെ ഒരു ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കേരളം ഇതുപോലെ വരണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. നമ്മളെ കേരളത്തിന്റെ എല്ലാം മൊത്തത്തിൽ ഇന്ത്യയുടെ ആൾക്കാരുടെ മൊത്തം സപ്പോർട്ട് കേരളം ഇതുപോലെ വരണം. തമിഴ്നാട് പോലെ മാറി ഇതുപോലെ കേരളം വന്നിരിക്കണം. വരും എന്നാണ് അടുത്ത 10 വർഷം കഴിഞ്ഞിട്ട് വ്യക്തിക്ക് കേരളത്തിൽ വരും. ഇത് മാറ്റം ഉണ്ടാവും. അണ്ണന്റെ പടമാണ്. വരും, അത് വരും. വരണം, കേരളം മാറണം, കേരളം മാറണം. അവർ ജീവിക്കേ 10 വർഷം കഴിഞ്ഞ കേരളം മാറും, കേരളം മാറും, കേരളം മാറും, കേരളം മാറും. ജീവിക്കേ ഓക്കെ. കൊച്ചിയിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളുമൊക്കെ ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ ആരാധകരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? സന്തോഷമാണോ അതോ വിജയുടെ അവസാന സിനിമ എന്ന സങ്കടത്തിലാണോ ആരാധകരൊക്കെ? ലാസ്റ്റ് നമ്മൾ കരഞ്ഞു. അതുപോലെ തന്നെ ജനനായകനെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതായത് വിജയുടെ രാഷ്ട്രീയത്തിലെ ഒരു യാത്ര, പിന്നെ ആരാധകർക്കുള്ള ഒരു വിടവാങ്ങൽ സമ്മാനം. അതാണ് വിജയുടെ ജനനായകൻ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നെഗറ്റീവ് പറയാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ദുഃഖമുള്ള വിജയാണെന്റെ ഏറ്റവും ലാസ്റ്റ് കാണിച്ചപ്പോഴത്തേക്ക് കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പടം ഇറക്കാൻ പറ്റത് കനകം മൂലം കാമിനി മൂലം കനകം ദുഃഖം, അത്രേ പറയാൻ പറ്റുള്ളൂ കാര്യം.
പുള്ളിയിട്ടാണത്. ആ ലെവലാണത്. ഇപ്പൊ റീൽസ് ജനനായകനല്ല, റിയൽ ജനനായകനാണ്. മാസ് പടം. എല്ലാവരും വിജയ് ഫാൻസ് എൻജോയ് ചെയ്യും, വളരെ രീതിയിൽ എൻജോയ് ചെയ്യും. ഫാൻസൊക്കെ ഡാൻസോടും പാട്ടോടും തിയേറ്റർ ആകെ കുലുക്കം, ആകെ പ്രകമ്പനം കൊള്ളിച്ച് മസ്റ്റായിട്ട് വന്ന് കാണുക. ലാസ്റ്റ് പടമാണല്ലോ, അതിന്റെ വിഷമമുണ്ട്. പക്ഷെ എന്തായാലും വന്ന് കാണാൻ മിസ്സാക്കരുത്. അടിപൊളി അടിപൊളി. ആജ്ഞ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ആരാധകരുടെയൊക്കെ പ്രതികരണം എങ്ങനെയാണ്? സിനിമ വിജയ്ക്ക് ഒരു നല്ല ഫെയർവെല് കൊടുത്തോ? അനുശ്രീ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ ആഹ്ലാദത്തോടു കൂടി, വലിയ ആരവത്തോടു കൂടിയാണ് എന്തായാലും ആരാധകര്. വലിയ ബഹളമാണ്, വലിയ ആഘോഷമാണ്. എന്തായാലും വിവാദങ്ങൾക്കും വിലക്കുകൾക്കും ഒടുവിൽ വിജയ് ചിത്രം നിർണായക തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ ആഘോഷത്തോടെയാണ് ആരാധകർ വരവേറ്റത് എന്ന് വേണം പറയാൻ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ ആഘോഷവും വലിയ ഡാൻസും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് വലിയ ആഘോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ആരാധകർ ചിത്രം കണ്ടിറങ്ങിയത്. സന്തോഷം പങ്കിടുന്നതിനെയാണ്. എന്തായാലും നിലവിൽ റിയാക്ഷൻ ആളില്ലാത്ത തരത്തിലുള്ള ബഹളമാണ്, അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ബഹളമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അത്രയും അധികം ആഹ്ലാദ ആരവത്തിലും സന്തോഷത്തിലുമാണ് ആരാധകർ ഇപ്പോഴുള്ളത്. എന്തായാലും എങ്ങനെയാണ് പടം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, ആസ് യൂഷ്വൽ വിജയ് പടം തന്നെ. പക്ഷെ ലാസ്റ്റ് പടം എന്നുള്ള ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിയെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാണ് വന്നത്. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ മ്യൂസിക്കാണ്. മ്യൂസിക് സൈഡ് അടിപൊളിയായിരുന്നു. പിന്നെ അനിരുദ്ധാണ്. പിന്നെ മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ ഫാൻസിനോട് കണ്ടപ്പോ ഭയങ്കര ഒരു എനർജി ഉണ്ടായിരുന്നു, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളി പടം, നല്ല പടം, കൊള്ളാം. സൂപ്പർ. സൂപ്പർ സിനിമ, എല്ലാരും പോയി കാണുക. വിജയ് സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി പടമാണ്. ഐ മീൻ ലോജിക് ഒന്നും നോക്കണ്ട, ലാസ്റ്റ് പടം എൻജോയ് ചെയ്ത് കാണുക. സിനിമകളുടെ ഒരു ഇമോഷൻ കണക്ട് കൂടി ഉണ്ടല്ലേ? ലാസ്റ്റ് ഒരു കുറച്ചൊരു ഒരു സീനൊക്കെ ഉണ്ട്. ലാസ്റ്റ് അവർ പഴയ പടങ്ങളും കാണിക്കുന്നത് നല്ല രസമാണ്, അടിപൊളിയാണ്. അനുശ്രീ, വലിയ ആഘോഷം തന്നെയാണ് നിലവിലുള്ളത്. നല്ല പടമാണ്, നല്ല വിജയുടെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാ, നല്ല മെസ്സേജ് ഉണ്ട്. അങ്ങനെ അനുശ്രീ, എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലാണ്. അവിടെ കുറച്ച് ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വലിയ ആഘോഷം നടക്കുന്നുണ്ട്.